എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഒരു കല്യാണ റിസപ്ഷന് പോവാണ് കേട്ടോ. കല്യാണ റിസപ്ഷൻ എന്ന് പറയുമ്പോഴേക്ക് ശരിക്കും നമ്മളുടെ നെയ്ബറാണ്. നെയ്ബറിനേക്കാളുപരി നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്ന കൂട്ടുകാരും കൂടിയാണ്. അപ്പം ആ ചേച്ചിയുടെ മോളുടെ കല്യാണമാണ്. ഒരു മോളേ ഉള്ളൂ, ഇതാണ് മോള്. അപ്പം ആ റിസപ്ഷന് വന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിസ്വാനും കൂടി പങ്കെടുക്കേണ്ട അത്ര ആത്മബന്ധമാണ് കേട്ടോ നമ്മളെവരുമായിട്ട്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഇന്ദിരാനഗറിൽ എല്ലാ കുടുംബക്കാരും അങ്ങനെ തന്നെയാണ്. എല്ലാവരുമായിട്ടും ഭയങ്കര സൗഹൃദവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റെവിടെയും കാണാത്ത നല്ല ബന്ധങ്ങൾ നമുക്ക് അവിടെ ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ഇതുപോലെയുള്ള കല്യാണങ്ങൾക്കും റിസപ്ഷനും ഒക്കെ വരുമ്പോഴാണ് എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കാണുന്നത്. അപ്പം ശരിക്ക് അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. എത്ര ദൂരത്തുള്ളവരായാലും നമ്മൾ ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ നമ്മൾ പങ്കെടുക്കാൻ ശ്രമിക്കും. എത്ര വയ്യെങ്കിലും അതിന് വന്ന് പങ്കെടുക്കണം എന്ന് എല്ലാവരും ഒരുപോലെ ചിന്തിക്കും. സുൽത്താൻ റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതാണ് വന്നത്. അപ്പം ഇവിടെ ഈ ഒരു റിസപ്ഷന് പങ്കെടുത്തിട്ട് പോകാം എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ 2-3 ദിവസം കൂടി നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല ഉമ്മ ഇനിയിപ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം അവർക്ക് ഓഫീസിൽ സുലുവിന് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്ന് നമ്മളുടെ പരിചയക്കാരെ ഒരുപാട് പേരെ കാണാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു 4 വർഷത്തോളം ആകാൻ പോകുന്നു ഞാൻ ഇന്ദിരാനഗർ വിട്ടിട്ട്. പിന്നെ ഇന്ദിരാനഗർ എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന നഗരമാണ്. ഇപ്പം അവിടെ തന്നെ 2-3 ഒക്കെ ജനറേഷൻ ആയി കഴിഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പം നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരുടെ മക്കളും പിന്നെ അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ശരിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം ഇവരെല്ലാം നമ്മളുടെ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ ഈ ഒരു റിസപ്ഷൻ, അതുപോലെ നമ്മളുടെ അത്ര ബന്ധമുള്ള ആൾക്കാരുടെ കല്യാണം, ഇതിനൊക്കെ പങ്കുകൂടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മറ്റൊരു പ്രഭാതം കൂടി വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മഴ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല കാറ്റാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ കാറ്റൊക്കെ ഉണ്ടോ? ഇവിടെ ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റാണ് കേട്ടോ. അത് രാവിലെ നമ്മളുടെ നിസാറിക്ക് ഡ്യൂട്ടി ആരംഭിച്ചു കഴിഞ്ഞു. ശരിക്കും ഇതൊക്കെ നമ്മൾ ആനന്ദിക്കുന്ന കാര്യങ്ങളാണ്. ടാറ്റാ, ബൈ ബൈ, ടാറ്റാ. ഇപ്പം നമ്മുടെ വീട്ടിലല്ല, നമ്മുടെ ഇവിടെയൊക്കെ നല്ല കാറ്റാണ് കേട്ടോ. ഉച്ചയ്ക്ക് എൻ്റെ റബ്ബേ എന്തോരു കാറ്റായിരുന്നു. സാധാരണ എല്ലായിടത്തും ഉമ്മമാരല്ലേ മക്കളെ ഇങ്ങനെ കൊണ്ടു നടന്ന് ആഹാരമൊക്കെ കൊടുക്കണേ. നമ്മുടെ ഇവിടത്തെ കാര്യം എടുത്താൽ സർക്കാണ് കേട്ടാ. അതൊക്കെ പോണേ, വീഴും. ഓ ഓ എന്താ മോളെ, എവിടെ പോണ സന ബേബി? ഇപ്പം നമ്മളുടെ സനമോള് ഇങ്ങനെയാണ് കേട്ടോ. മുകളിലത്തെ ആ ഗേറ്റിൻ്റെ കൊണ്ടിയൂടെ നമ്മൾ ഇട്ടേക്കും. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അവള് ഗേറ്റ് തുറന്നിട്ട് നിൽക്കുകയല്ലേ ചെയ്യണത്, അവളൊരൊറ്റ ഓട്ടമാണ് വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓടുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും. കണ്ട, ഗേറ്റ് തുറക്കാൻ വേണ്ടി നിസ്സാറിക്കായി കിടന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. നല്ല അടിച്ച ചായ. സുലു ജോലി എന്നോളെ. നല്ല കാറ്റല്ലേ, നല്ല കാറ്റെന്ന് വെച്ചാൽ അടിപൊളി കാറ്റ്. ചായ തണുക്കുന്നു. ചായണ കാഫിയാണോ ഇഷ്ടം? എന്നാലും കാപ്പി കേട്ടിട്ടുണ്ട്, കോഫി കേട്ടിട്ടുണ്ട്. കാഫി കേട്ടിട്ടുണ്ടാ? കാഫി കേട്ടിട്ടുണ്ടാ? കാപ്പി കേട്ടിട്ടുണ്ട്, കോഫി കേട്ടിട്ടുണ്ട്. കാഫി എന്താ നമ്മൾ കുടിക്കണ? കാഫിന്ന്. ചക്കര മാമി ഒന്നും വേണ്ട.
നിസാർക്കായിട്ട് പെടാപ്പാട് കൊടുത്തു. താഴെ പോണം, മേളിൽ പോണം, മേളിൽ പോകുമ്പോ താഴെ പോണം. അവൾ ആദ്യം പോകാൻ നിൽക്കിയല്ലേ. സ്റ്റിയറിംഗിലല്ലേ പിടിക്കുന്നത്? ആ കണ്ട, കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഉണങ്ങില്ലേ മോളെ? ഇത്രയും കാറ്റുണ്ടായിട്ട് പോലും ഉണങ്ങി കിട്ടിയില്ലേ? ഒരു കാര്യം ചെയ്യും മോളെ, സ്റ്റാൻഡിനെ അടുത്ത് ഇങ്ങോട്ട് നീക്കി വെക്ക്. മോൻ്റെ ജോലി കഴിഞ്ഞവനെ ഉണ്ടാ? സുൽത്താൻ പിന്നെ സനമോളെ കളിപ്പിക്കാൻ ഇങ്ങനെ നിൽക്കും അല്ലേ? ടാറ്റാ ടാറ്റാ. ബാറ്ററി ഇല്ലാത്ത നമ്മുടെ സനമോളുടെ ഈ കാറിൻ്റെ ഇതായി കണ്ട ഈ ലൈറ്റ് ഇത് കൊണ്ടുവന്നപ്പോഴേ വർക്കിംഗ് അല്ലായിരുന്നു. പക്ഷെ നമ്മുടെ സുലു ഇപ്പം അത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇറങ്ങിയതാണ്. 11 മണിക്ക് ഇറങ്ങണം എന്ന് നിസാറിക്ക് പറഞ്ഞിരുന്നതാണ്. അംഗങ്ങൾ കൂടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ താമസിക്കുക. അതിന് നമ്മുടെ സുൽത്താൻ നല്ല മിടുക്കനാണ് കേട്ടോ. അവൻ നേരത്തെ തന്നെ ഒരുങ്ങി താഴെ വന്നിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് ഇവർക്കൊക്കെ അതിൻ്റെതായൊരു താമസമുണ്ട്. സന ബേബി എങ്ങോട്ട് പോവാ? നമ്മൾ രണ്ടൊരു മാച്ച്. ഇന്നലെ നമ്മളെ റിസപ്ഷനിൽ പോയില്ലേ? അപ്പം ആ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങുമ്പോഴേക്ക് ടൈമിങ്ങിന്റെ കാര്യത്തിൽ നിസാറയ്ക്ക് പറഞ്ഞ് കറക്റ്റ് 10:30 ആവുമ്പം ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും നിസാറയ്ക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവസാനം നമ്മുടെ സുലു തന്നെ ഇച്ചിരി ലേറ്റായി. ഷൂസ് എടുക്കാൻ ഇല്ലേ? കറക്റ്റ് 10:30 ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനും നിസാറയ്ക്കൊക്കെ ആണെങ്കിൽ ടൈമിങ്ങിൽ ഭയങ്കര പ്രോംപ്റ്റ് ആണേ. ഇവിടെ ഒന്നും കൊണ്ടുവന്നില്ല അവൻ വിചാരിച്ചു വരുന്ന ദിവസമൊക്കെ വർക്ക് അറ്റ് ഹോം ആണ്. മറ്റേ വാർത്ത വായിക്കുന്ന മാതിരി കോട്ട് മാത്രം ഇട്ടാൽ മതി, അടിയിലോട്ട് എന്തോന്നുള്ള അറിയണ്ടല്ലോ. അത് തന്നെ സാധാരണ ചപ്പല് ഇട്ടോണ്ടാണ് ആശ വന്നത് കേട്ടോ. ഞങ്ങൾ എപ്പോഴും പറയേ ഇങ്ങനെ വരുമ്പോഴേക്കും മോനെ കുറച്ച് നല്ല ഡ്രസ്സും ഒന്ന് കൊണ്ടുവരണേ. നിസാർക്ക് പറയും ഒരു ജോഡി നീ എങ്ങനെ കൊണ്ടുവരണം, ഇവിടെ വരുമ്പോ എന്തെങ്കിലും ഒക്കെ ഫംഗ്ഷൻ. പിന്നെ ഷൂടെ വെക്കുമ്പോ ഷൂ പെട്ടിയുടെ പകുതിയും ഫില്ലോ. അതാണ് സുലു. ഇനിയിപ്പോ ഇതല്ലേ രസം. ഇനി ഈ കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് വേണം പെട്ടെന്ന് അവന് ഇനി പെട്ടിയൊക്കെ പാക്ക് ചെയ്യണം. റിച്ചുവിന് വേണ്ടിയിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇന്ന് സുലു തിരിച്ചു പോവാണ് കേട്ടാ. അപ്പൊ എല്ലാരും നമ്മുടെ സുൽത്താന് വേണ്ടിയും റിച്ചുവിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യണേ. ഇവിടെ ഒരാളുണ്ട്. നമ്മള് രണ്ടുപേരും മാച്ച് അല്ലേ അറിഞ്ഞ് മാച്ച് ആയതൊന്നും അല്ല. എപ്പോഴും അങ്ങനെയാണല്ലേ നമ്മളെ നമുക്ക് മോളെ. വേണ്ട, നമ്മുടെ സനമോളും സൽമാനുമാണ് ഒരേ കളറിൽ വന്നിരിക്കുന്നത്. പണ്ടൊക്കെ എല്ലാരും പറയായിരുന്നു സലുവിനെ എപ്പോഴും ബ്ലൂ കളറിലാണ് കാണുന്നത്. ഇപ്പൊ മാറി കാര്യം. സലു ഇപ്പൊ അല്ലാത്ത കളേഴ്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സൽമാനും നിസാർക്കായും ഒക്കെ ബ്ലൂ കളർ ഇടുന്നതാണ് എനിക്കിഷ്ടം. സൽമാൻ ലുക്കിലല്ല കാര്യം, പിന്നെ എന്തിലാ സലു അതാവോളുണ്ടോ നിങ്ങൾക്കൊക്കെ? ഞാൻ പറയുന്നത് പെർഫോമൻസിനേക്കാളും പെരുമാറ്റത്തിലാണ് കാര്യം.
പെർഫോമൻസ് കഥകളി കളിക്കാൻ വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. പക്ഷെ അതല്ലല്ലോ ഒരിടത്തും പെരുമാറുന്ന എങ്ങനെയാ, സ്വഭാവത്തിലാണ് സൗന്ദര്യം ഇരിക്കുന്നതെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് കേട്ടാ. ചിലപ്പോ നമുക്ക് ഒരാളിനെ കാണുമ്പോഴേക്കും അത്ര ഒരു ഇത് തോന്നൂല ചിലരെ കാണുമ്പോ. പക്ഷെ അവരുടെ അടുത്ത് നമ്മളൊന്ന് സംസാരിച്ച് നോക്കട്ടെ, എന്തൊരു അവരുടെ ആ ഒരു പെരുമാറ്റ രീതിയൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ ഒരുപാട് സൗന്ദര്യം നമ്മൾ അവരിൽ കാണും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരാളുടെ സൗന്ദര്യം ഇരിക്കുന്നത് ലുക്കിലാണോ, പെർഫോമൻസിലാണോ, അതല്ല പെരുമാറ്റത്തിലാണോ? നിങ്ങൾ പറയുക കേട്ടാ. അപ്പോൾ അങ്ങനെ ഇപ്പം വലിയ റഷൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളുടെ വീടിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ്, ദൂരത്തൊന്നും ആയിരുന്നില്ല. അപ്പം ഇവിടെ വന്നപ്പോഴേക്ക് ഇവിടെ പാർക്കിംഗ് ആണ് ഇനിയിപ്പം പ്രശ്നം വരുന്നത്. ആദ്യം വരുന്നവർ ഈ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് പോകില്ല. അപ്പം സലു പറഞ്ഞ് സലു പാർക്ക് ചെയ്തിട്ട് വരാം, നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഇതാ നമ്മൾ അകത്തേക്ക് പോവാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മലപ്പുറം, കണ്ണൂർ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളവരുടെ കല്യാണവും ഇങ്ങോട്ടൊക്കെ നമ്മുടെ തെക്കൻ കല്യാണവും ഒത്തിരി വ്യത്യാസമുണ്ട് അല്ലേ. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. കാരണം അവിടെയുള്ള കല്യാണങ്ങളിൽ ഒരുപാട് അവസരങ്ങൾ വന്നെങ്കിലും പങ്കെടുക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെയും അങ്ങനെ അങ്ങോട്ടുള്ള കല്യാണങ്ങളിലൊന്നും ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. അപ്പം ഇവിടെ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്നലെ തന്നെ ഒരുപാട് സുഹൃത്ത് വലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിനാവുമ്പോഴേക്ക് പിന്നെ ആ തിക്കിലും തിരക്കിലും അല്ലാതെ കാണുന്നവരെ നമുക്ക് പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ സാധിക്കും. അപ്പം അവരുടെ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ മോളെ വന്നൊന്ന് കണ്ടു. കൊള്ളാല്ലേ, നല്ല കോസ്റ്റ്യൂം, നല്ല കളറ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ വാരി വലിച്ചുള്ള കളറ് അതൊന്നും എനിക്കങ്ങനെ വലിയ പ്രിയമില്ല കേട്ടോ. നല്ല രസമുണ്ട്, നല്ല സിമ്പിളായിട്ടൊക്കെ ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടേതായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ നമ്മൾ അവിടെ നിന്ന് അപ്പം ഇരിക്കാനുള്ള സ്പേസ് കിട്ടിയില്ലായിരുന്നു, നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ ഇവിടെ നിന്നത് കാരണം ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് സാധിച്ചു. ഇതാണ് എൻ്റെ സ്വന്തം വാവച്ചേച്ചി എന്ന് തന്നെ പറയാം കേട്ടോ. വാവച്ചേച്ചിയും ചേട്ടനും മോളും. ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഒരു മോളേ ഉള്ളൂ. നമ്മൾ രണ്ട് വീട്ടുകാരും ഒരു മതിലിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജനിച്ച് വളർന്ന ആ കാലം മുതലേ ഇവരുമൊക്കെ ആയിട്ട് നല്ല സൗഹൃദമാണ്. ഇവർ മാത്രമല്ല, നമ്മളുടെ ആ ഒരു പരിസരത്തുള്ള എല്ലാവരുമായിട്ടും ഇത്തരം സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഇപ്പോൾ ഓരോ സ്ഥലത്തുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഈ ഒരു നമ്മളിപ്പം താമസിക്കാൻ വന്നെടുത്തായാലും ഇത്രത്തോളം ആഴത്തിലുള്ള ബന്ധങ്ങളൊന്നുമില്ല. സുഹൃത്ത് ബന്ധമുണ്ട് എന്ന് അത്രയേ ഉള്ളൂ. അപ്പം അവിടെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. പിന്നെ എനിക്ക് ഈ ചടങ്ങിൻ്റെ രീതികളൊന്നും പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല. പിന്നെ അടുത്ത് ഇങ്ങനെ കാണാൻ സാധിച്ചു. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇവരുടെ ഓരോ കാര്യങ്ങളും ഒക്കെ കാണാമല്ലോ. അപ്പം അത് ഒരുപാട് പ്രമുഖരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഒരുപാട് വ്യക്തികളൊക്കെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയം വലിയ പിടുത്തം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വ്യക്തികളെയൊന്നും എടുത്തെടുത്തൊന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും നല്ല സിമ്പിളായിട്ടുള്ള കല്യാണമായിരുന്നു കേട്ടോ. ഒരുപാട് കോലാഹലങ്ങളും ബഹളങ്ങളും അട്ടഹാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു കല്യാണം തന്നെയായിരുന്നു. നിങ്ങൾക്കൊക്കെ കല്യാണം എന്ന് പറയുമ്പം അത് എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ള ഒരു രീതി? ഞാൻ അതിലെ ഒരു പഴയ രീതിയാണെന്ന് തോന്നുന്നു എൻ്റെ മനസ്സ്. എനിക്കിങ്ങനെ ഈ ഭയങ്കര പുരോഗമന ചിന്താഗതിയൊന്നും ഈ കല്യാണത്തെക്കുറിച്ചില്ല. അതൊരു പവിത്രമായ ചടങ്ങ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ആട്ടവും പാട്ടും മേളവും ഒന്നും എനിക്ക് വലിയ താല്പര്യമുള്ളൊരു കൂട്ടത്തിലല്ല കേട്ടോ. പിന്നെ കല്യാണത്തിൻ്റെ പ്രധാന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കല്യാണങ്ങൾക്കാവുമ്പോൾ സദ്യയാണ്. എനിക്ക് പൊതുവേ സദ്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ രുചിച്ചറിഞ്ഞ് കഴിക്കുമ്പം അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സദ്യകളിൽ തന്നെ നമ്മളുടെ തിരുവനന്തപുരത്തുള്ള സദ്യ അല്ല അങ്ങോട്ടേക്ക്, അതായത് തൃശ്ശൂർ, പാലക്കാട്, അതെല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞതാ ഇറങ്ങാനുള്ള കാര്യമുണ്ട്. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ സുൽത്താൻ ഇന്നാണ് പോകുന്നതെന്ന്. അപ്പം സുൽത്താന് വേണ്ടി നമ്മളൊന്നും പാക്ക് ചെയ്തൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സുൽത്താൻ്റെ സുഹൃത്തുക്കൾക്കും നമ്മുടെ റിച്ച് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ എന്തെങ്കിലും വാങ്ങി കൊടുത്തു വിടണേമ്മാന്ന്.
അപ്പോൾ അങ്ങനെ അത് വാങ്ങാനായിട്ട് നേരെ ഇവിടെ വന്നു. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള എടുക്കാൻ പറഞ്ഞപ്പോൾ സുലു പറഞ്ഞ് റിച്ചു ആദ്യം പറഞ്ഞിരുന്നു അവനിതൊന്നും കൊടുത്തു വിടണ്ടെന്ന്. അപ്പം നമ്മുടെ സുൽത്താനും പറഞ്ഞു സുൽത്താനും ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇവർക്ക് പിന്നെ നമ്മളങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിക്കത്തില്ല, ഇങ്ങനെ ജങ്ക് ഫുഡൊന്നും വേണ്ട എന്നുള്ള രീതി തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ കൈയും വീശി പോണത് ശരിയല്ലല്ലോ. അങ്ങനെ ഇവർക്ക് ഇവരുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ അവർ സുലു എന്നെ സെലക്ട് ചെയ്ത് എടുത്ത്. അപ്പം അതൊക്കെ എടുത്തിട്ട് ഇപ്പം നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പം വീട്ടിൽ വന്ന പാടേതേ ഉമ്മ അച്ചാർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കൊഞ്ചച്ചാറും മാങ്ങ അച്ചാറും. പക്ഷെ അത് പാക്ക് ചെയ്തിട്ടില്ല, തന്നിട്ട് 2 ദിവസം ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ എടുത്തു വെച്ചു. അപ്പം സുലു പറയുന്നുണ്ട് വേണ്ടുമ്മ അച്ചാറൊന്നും കൊണ്ടുപോയാൽ വലിയ പാടാണ്, ഡ്രസ്സിൽ കഴിഞ്ഞ തവണ അവൻ കൊണ്ടുപോയി അച്ചാറൊക്കെ അവൻ്റെ ഡ്രസ്സിൽ വീണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്താ മോനെ എത്ര കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി തന്നതല്ലേ, ഇപ്രാവശ്യം കൊണ്ടുപോകും. അപ്പം റിച്ചു ഇതിനിടയിൽ വിളിച്ച് പറയുന്നുണ്ട് ഉമ്മച്ച ഉണ്ടാക്കി അച്ചാർ എപ്പോൾ ഇങ്ങെത്തും എപ്പോൾ ഇങ്ങെത്തും എന്നാണ് അവൻ ചോദിക്കുന്നത് കേട്ടാ. ഞാൻ പറയുന്നുണ്ട് മോനെ കുറേശ്ശെ എടുത്ത് കഴിക്കാവോ, അച്ചാറാണെന്ന് കരുതിയിട്ട് ഒരുപാടൊന്നും കഴിക്കരുതെന്ന്. അപ്പം എന്താ കണ്ടില്ലേ 2 ചെറിയ കുപ്പിയിലുള്ള അച്ചാറാണ്. അപ്പം ഞാൻ ഇപ്രാവശ്യം അച്ചാറും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അതൊന്നും ചെയ്യാത്തത് കേട്ടോ. അപ്പം നിസാർക്ക് അതായത് ഇതെല്ലാം ഒരു ഇതിലാക്കി ഒന്ന് കെട്ടിയൊക്കെ വെക്കുകയാണ്. അല്ലെങ്കിൽ നല്ലോണം പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ അവൻ്റെ ബാഗിൽ വെച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് ഈ പറഞ്ഞ മാതിരി പൊട്ടിപ്പോവാണെങ്കിൽ ആകെ പ്രശ്നമാവും. ഈ പാക്കിംഗ് ഒക്കെ കാണുമ്പം എനിക്ക് തോന്നുന്ന പണ്ട് നമ്മൾ ഗൾഫിലൊക്കെ പോകുന്ന സമയത്താണ് ഇതുപോലെ പാക്ക് ചെയ്തൊക്കെ കൊടുത്തു വിടുന്നത്. അപ്പം സുലു പറയുന്നുണ്ട് ഇതുപോലെയുള്ള എല്ലാം അവിടെ ബാംഗ്ലൂരിൽ കിട്ടുമ്മ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇവിടെ നിന്ന് പോകുമ്പം അവരൊക്കെ ചോദിക്കും നീ എന്ത് കൊണ്ടുവന്ന് കേരള ഫുഡ് എന്തുണ്ടെന്നൊക്കെ ചോദിക്കുന്നു. അച്ചാർ ഇപ്രാവശ്യം ഹാൻഡി വെച്ച്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ബാഗിൽ കൊണ്ടുപോയപ്പം എന്റെ വീട്ടിലിരുന്ന ബാൻഡിലൊക്കെ ലീക്കായി. അത്രയും പാക്ക് ചെയ്ത് വെച്ചിട്ടും ഫുള്ള് ടേപ്പ് ഒക്കെ. ഇതിപ്പം നമ്മുടെ റിച്ചുവിന്റെയും സുൽത്താന്റെയും ഒക്കെ ഓഫീസിലുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി വാങ്ങിയാണ്. സ്നാക്സ് ആണല്ലേ ഇത് ഫുള്ള്. പിന്നെ ഇതില് എന്റെ തുണികള് ഡ്രസ്. ഇനി ഇതുപോലെ സർപ്രൈസ് ആയിട്ട് വരല്ലേ, വിളിച്ചു പറയണേ. ചുമ്മാ ഇരു മോനെ. നോ സുലു ചുമ്മാ ഇരിക്ക നീ. അങ്ങനെ സുലു ബാംഗ്ലൂരിലേക്ക് പോവാണ്. സന ബേബി എന്തുവാണ് പോവാണേ സന ബേബി. പോവാണ് സന ബേബിയുടെ ഡ്രസ് എയർ ഫ്രഷ്നർ ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. നോക്കിയേ 7 മണിക്കാണ് നമ്മുടെ സുലുവിനുള്ള ബസ്. ഇപ്പം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. അപ്പം സർക്ക പറഞ്ഞിരുന്നു മോനെ ഇതെല്ലാം കൂടി ഒരു ചെറിയ കാർട്ടണിലാക്കി വെക്കാം, അപ്പം പിന്നെ നിന്റെ ഡ്രസ്സിന് കേടുപാടൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഇനി അച്ചാറെങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഡ്രസ്സ് ചീത്താവത്തില്ലേ. അപ്പോൾ സുലു പറഞ്ഞു വേണ്ട ഈ ബാഗിൽ തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കാം, അതൊന്നും പ്രശ്നമില്ല അപ്പാന്ന് പറഞ്ഞു. അവനങ്ങനെ കാർട്ടൂണും അതൊന്നും എടുത്തിട്ട് പോണതൊന്നും ഇഷ്ടമില്ല. പെട്ടിയാണെങ്കിലും വലിയ പെട്ടിയൊന്നും അവന് ഇഷ്ടമില്ല. അത് കാരണം ഈ ചെറിയ സൂട്ട് കേസാണ് അവൻ എപ്പോഴും എടുക്കുന്നത്. അങ്ങനെ ഇപ്പം അതൊക്കെ വെച്ച് ശരിക്ക് ഈ വന്ന ഇത്ര ദിവസം എത്ര പെട്ടെന്നാണ് കടന്നു പോയതെന്ന് തോന്നിപ്പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് മോനിനി ഇന്നാണ് പോയിട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോഴേക്ക് അവനെ എന്നെ അറിയത്തില്ല, കാരണം റീസെൻ്റ് ആയിട്ട് ഇനിയിപ്പം അവധികളൊന്നുമില്ല. ഇനി ഡിസംബറിലോ ജനുവരിയിലോ അങ്ങനെ ആ ഒരു ടൈമിൽ എന്തെങ്കിലും അവധി ഉണ്ടെങ്കിൽ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞു. അതും അധിക ദിവസമൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അപ്പം ഇപ്പോൾ സനമോള് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടിയൊക്കെ എടുത്ത് വെക്കുമ്പോഴേക്കും അവൾക്കൊരു ഗ്രാഹ്യമുണ്ട് കേട്ടോ എവിടെ പോവുകയാണെന്നുള്ളത്. പിന്നെ ഇനിയിപ്പം ഇന്നിപ്പം അധികം താമസിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നിസാർക്ക് പറയുന്നുണ്ടായിരുന്നു ലേറ്റായിപ്പോയി. ഞാൻ പറഞ്ഞില്ല, ബസ് വരുമ്പോഴേക്ക് ആ ഒരു ടൈമിന് 7 മണിന്നുണ്ടെങ്കിൽ ഒരു 6:45 ആകുമ്പോഴേ ബസ് എത്തത്തുള്ളൂ. അതിനു മുമ്പ് ഇൻഷാല്ലാ നമ്മൾ അവിടെ എത്തും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഇപ്രാവശ്യം നിസാർക്കായി ഭയങ്കര വെപ്രാളം.
എത്ര ദിവസം ഇവരൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇവര് നിന്നിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഇപ്പം നിസാർക്ക് പറയും നമുക്ക് 2 ദിവസത്തേക്ക് അങ്ങോട്ടേക്ക് പോയി നിൽക്കാം പിള്ളേരുടെ അടുത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല സൗകര്യമാണ്. ഇപ്പം നമുക്ക് ഒന്നും നോക്കണ്ട എങ്കിൽ ഇപ്പം എനിക്ക് നിസാറിക്കാക്കും പെട്ടി പാക്ക് ചെയ്യണം, നേരെ പോയി സുലുവിൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കാം, അല്ലെങ്കിൽ റിച്ചുവിൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കാം. അതൊക്കെ മറ്റ് ബാധ്യതകൾ ഇല്ലെങ്കിലാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫാബിമോളും സനമോളും ഒക്കെ ഇവിടെ നിൽക്കുമ്പം നമ്മൾക്ക് അങ്ങനെ അവരെ കളഞ്ഞിട്ട് പോകാനുള്ള മനസ്സ് എന്തായാലും ഇല്ല. അപ്പം അത് കാരണം നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയത്തില്ലേ, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ നമുക്കിടയിൽ. മക്കളുണ്ടെന്നോ ചെറുകുട്ടികളുണ്ടെന്നോ ഒട്ടും ചിന്തയില്ലാത്തവർ ഉണ്ട്. അതെനിക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോഴേക്കും നമ്മൾ ചെന്നപ്പോൾ ബസ് വന്നിട്ടില്ലായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴാണ് ബസ് വന്നത്. ഈ ഒരു രംഗം എന്ന് പറഞ്ഞാലാണ് ഭയങ്കര സങ്കടം. ഞാൻ എപ്പോഴും വിചാരിക്കും, എത്രയൊക്കെ ധൈര്യം മനസ്സിൽ സംഭരിച്ചു വെച്ചാലും പിള്ളേർ പോകുന്ന സമയമാകുമ്പോൾ വല്ലാതൊരു സങ്കടവും വിങ്ങലും വീർപ്പുമുട്ടലും ശ്വാസം മുട്ടലും എന്ന് വേണ്ട എല്ലാ മുട്ടലുകളും അന്നേരം ഉണ്ടാവും. ഇപ്രാവശ്യം വന്നിട്ട് പോകുമ്പോൾ സുൽത്താനും ഭയങ്കര സങ്കടം കേട്ടോ. സുൽത്താൻ എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു അവിടെ അവന് പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലേക്ക് വരണം എന്ന് തോന്നി. അങ്ങനെയാണ് അവൻ മാർക്കറ്റ് ഹോം എടുത്തിട്ട് വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് വന്നത് കേട്ടോ. ഇവിടെ വന്ന് സനമോളും ഒക്കെ ആയിട്ട് കിട്ടുന്ന സമയം അങ്ങനെ അവൻ സ്പെൻഡ് ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി അങ്ങോട്ടേക്ക് പോകുന്നത് ആലോചിക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര വിഷമമായിരിക്കും എന്നാണ് അവൻ പറയുന്നത് കേട്ടോ. അപ്പോൾ വന്ന് ഇപ്പം പിന്നെ ഓരോരുത്തർ ഇനിയിപ്പോൾ വന്ന് തുടങ്ങത്തേ ഉള്ളൂ കേട്ടോ. അതായത് കണ്ട ബസ് വന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ എത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ ഇനിയിപ്പം സുലുവിൻ്റെ ലഗേജ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, അതെടുത്ത് വയ്ക്കണം. ശരിക്കും ബസ്സിൽ പോകുന്നത് ഒരു സുഖം തന്നെയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് അത് സുഖമല്ല, പക്ഷേ ഇതുപോലെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആമ്പിള്ളേരെ സംബന്ധിച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് സുഖമാണ്. സുലു പിന്നെ ഫ്ലൈറ്റിൽ പോകാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഫ്ലൈറ്റിൽ പോയാലും പിന്നെ അവൻ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഒരു 40 കിലോമീറ്ററോളം ദൂരത്താണ് അവൻ താമസിക്കുന്ന സ്ഥലം. അപ്പം പിന്നെ അവിടുത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പോൾ സുൽത്താന് സത്യം പറഞ്ഞാൽ ബസ്സിൽ പോകുന്നത് തീരെ ഇഷ്ടമുള്ള ആളല്ല, ഫ്ലൈറ്റിലുള്ള യാത്രയാണ് അവനിഷ്ടം. പിന്നെ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ്, പിന്നെ ഇത് വലിയ എമർജൻസി കാര്യമൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് അവൻ ബസ്സിൽ വരികയും പോവുകയും ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബസ്സിൻ്റെ അകത്ത് ഓരോരുത്തർ സീറ്റിലേക്ക് വന്ന് ഇരുന്ന് തുടങ്ങി. ലൈറ്റൊക്കെ ഉണ്ടല്ലേ മോനെ? പാട്ടും ടി വി ഒക്കെ ഉണ്ടോ? അപ്പോൾ ഇനിയിപ്പം വീഡിയോ നീട്ടുന്നില്ല, ലെന്തി ആക്കുന്നില്ല. ഇവിടെ വെച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവര് രണ്ടുപേരുള്ളപ്പോൾ ഇതിലാണ് പോയത് അല്ലേ? ഇങ്ങനെയാണ് പോയത്. അത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ നല്ല ഉറക്കം വരുവാണെങ്കിൽ ഇതാണ് നല്ലത്. കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പം അങ്ങ് എത്താം ബാംഗ്ലൂർ. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ സുലുവിനും റിച്ചുവിനും സൽമാനും ഫാബിമോൾക്കും സനമോൾക്കും സാറിക്കൊക്കെ എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.